സൂഫി ഗുരു ബായസിഡ് മെക്കയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ദീർഘദൂര യാത്രയാണ്. കുറേ അധികം ശിഷ്യന്മാർ കൂടെയുണ്ട്. റേ പട്ടണത്തിലെത്തിയപ്പോഴേക്കും ഒരുപാട് ഭക്തരിങ്ങനെ ചുറ്റും വളഞ്ഞേക്കുക കാണാൻ വേണ്ടി. ബായാസിഡിന് വ്യക്തിപരമായിട്ട് ഭക്തന്മാരെ ഇഷ്ടമല്ല, ആൾക്കൂട്ടത്തെ ഇഷ്ടമല്ല. ഇതെന്ത് ചെയ്തു, എല്ലാവരും നോക്കി നിൽക്കുക. ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ടത് അവരുടെ മുമ്പിൽ വെച്ച് കഴിച്ചു. കൂടിയ ആൾക്കാർക്കൊക്കെ ഷോക്കായിപ്പോയി. കാരണം അത് റംസാൻ മാസത്തൊരു ഉപവാസ ദിനമാണ്. ഒരു ഗുരു എങ്ങനെ ചെയ്യണേ എങ്ങനെ? പക്ഷേ ബായാസിഡിനറിയാം തൻ്റെ ദീർഘദൂര യാത്ര ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷേ ആൾക്കാർക്ക് ഒതപ്പായി. അവരെല്ലാം വിട്ടുപോയി, സ്ഥലം വിട്ടുപോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ബായാസിഡ് ശിഷ്യന്മാരോട് പറഞ്ഞു, കണ്ടില്ലേ, അവരുടെ പ്രതീക്ഷയ്ക്കെതിരെ സംഭവിച്ചപ്പോഴേക്കും അവരുടെ ഭക്തി അപ്രത്യക്ഷമായത്. ജനക്കൂട്ടത്തിന് ഭക്തിയുണ്ട്, പക്ഷെ ആത്മീയതയില്ല. വ്യക്തികൾക്കപ്പുറത്തേക്ക്, അവരുടെ പ്രവൃത്തികൾക്കപ്പുറത്തേക്ക് കാണാനുള്ള കാഴ്ചയില്ലാതെ പോകുന്നുള്ളതാണ്. താൽക്കാലികമാണ് അവരുടെ ഭക്തി, അവരുടെ എക്സൈറ്റ്മെൻറ്റ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു, ഈശോയുടെ അമ്മയ്ക്കും ഈശോയുടെ സഹോദരങ്ങൾക്കും ഈശോയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല. ജനക്കൂട്ടം നിമിത്തം എത്താൻ പറ്റിയില്ല എന്നാണ് സുവിശേഷം പറയുക. പലപ്പോഴും ജനക്കൂട്ടം തടസ്സമാണ് ദൈവത്തിലേക്ക് എത്താൻ. ആൾക്കൂട്ടമല്ല, ആത്മീയതയാണ് നമുക്ക് വേണ്ടത്.